Hey, hello, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. സ്പൗസ് വിസ അയർലൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ വർഷം ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടാകും. അപ്പോൾ ഈ വർഷത്തെ അപ്ഡേറ്റ്സ് എന്താണെന്ന് നോക്കാം. വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഈ ചാനലിൽ കൂടുതലും അയർലൻഡ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്, അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ ന്യൂ വേക്കൻസീസ് ഒക്കെയാണ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ന്യൂ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ പതിവ് ഡിസ്ക്ലെയിമർ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. സ്പൗസ് വിസ അയർലൻഡ് പ്രോസസ്സിങ് നമുക്ക് തന്നെയും ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഹെൽപ്പോട് കൂടിയും ചെയ്യാം. ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഏജൻസി ഹെൽപ്പോട് കൂടി ചെയ്യാനേ ഉള്ളൂ. കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നതിനേക്കാളും നല്ലതാണല്ലോ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി ഏജൻസീസ് ഉണ്ട് സ്പൗസ് വിസ പ്രോസസ്സിങ് ചെയ്യുന്ന ഏജൻസീസ്. ഇതിനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. സ്പോൺസറിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം, ആപ്ലിക്കൻറ്റിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. ഇവിടെ സ്പോൺസർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്, അയർലൻഡിൽ ഉള്ള ആൾ. ആ ആൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വാലിഡ് പാസ്പോർട്ട് ഫുൾ പേജ് കോപ്പി, അതായത് 36 പേജസ്. പിന്നെ ഗാഡ കാർഡ് ബോത്ത് സൈഡ് കോപ്പി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് 6 months അപ്ഡേറ്റഡ് അപ് ടു 1 week ബിഫോർ സബ്മിഷൻ വിത്ത് മിനിമം ബാലൻസ് €3,000. Payslips for the last 3 months, employment letter from HR department, tax credit copy from revenue account, critical or general work permit for stamp 1 holders, last 2 years employment details summary for stamp 4 Irish citizen and general work permit holders, accommodation proof, any tenancy agreement or landlord letter or utility bills. Please carry one set color copy of all above mentioned documents to VFS. ഇനി ആപ്ലിക്കൻസ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് ആരാണ് അയർലൻഡിലേക്ക് വരാനിരിക്കുന്നത്, അതാണ് ആപ്ലിക്കൻ്റ്. ഈ കേസിൽ ആപ്ലിക്കൻറ്റിൻ്റെ ഡോക്യുമെൻറ്റിൽ കറണ്ട് പാസ്പോർട്ട് മസ്റ്റ് ബി വാലിഡ് ഫോർ അറ്റ്ലീസ്റ്റ് 12 months ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് അറൈവൽ ഇൻ അയർലൻഡ്. ഓൾ പ്രീവിയസ് ഒറിജിനൽ പാസ്പോർട്ട്സ്, കോപ്പീസ് ഓഫ് ദ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് ഇൻ വാലിഡ് പാസ്പോർട്ട്, copies of the front and back page with all stamps, visas in any previous passport. Blank pages do not need to be copied. 2 photographs, 35 mm into 45 mm white background, face covering 80%, ears visible, lips closed, no spectacles. 6-month bank statement, minimum balance ₹25,000 to ₹30,000 with bank seal and signature. Marriage certificate copy, marriage photos and family photos. Take printout in A4. Children birth certificate copy, police clearance certificate from passport office, above 18 years only. PCC from abroad if worked in abroad. WhatsApp chat and call history printout if recently married. Take printout in A4. Please carry one set copy of all above mentioned documents with all original passports to VFS. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഴ്സിംഗ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കുറച്ച് റിപ്ലൈ ഡിലേ ആകുന്നുണ്ട്, കാരണം ഞാൻ എല്ലാം കൂടെ ഒരു ഒറ്റ ദിവസമാണ് ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ചാനൽ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.